പ്രേമ ഈ സിലിഗുരിയിൽ നമ്മുടെ ഈ ചിക്കൻ നെക്ക് എന്ന് പറയുന്ന നമ്മുടെ അതിർത്തി പ്രദേശമുണ്ട്. അവിടെ എന്താണ് ഒരു അതെ, ഒരു പുതിയ ഒരു വാർത്ത കേൾക്കുന്നത്? ഇതിന്റെ മണം അടിക്കുന്നുണ്ട്. ഉം, പക്ഷേ ഇന്ത്യ ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിക്കുന്നില്ല. ഇന്ത്യ, നമുക്കറിയാവുന്ന പോലെ ഈ ചിക്കൻ നെക്ക് എന്ന് പറയുന്നത് ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ, 7 സംസ്ഥാനങ്ങളെ ബന്ധിപ്പിക്കാനായിട്ടുള്ള ഒരു ചെറിയ ഒരു ഇടുങ്ങിയ വഴിയാണ്. ആസാം, അരുണാചൽ പ്രദേശ്, മണിപ്പൂർ, നാഗാലാൻഡ്, ത്രിപുര, മേഘാലയ, മിസോറാം സിസ്റ്റർ സ്റ്റേറ്റ്സ് എന്നാണ് ഇതിനെ വിളിക്കപ്പെടുന്നത്. അപ്പോൾ ഉം, ഇത് ഈ സ്ഥലത്തേക്ക് പോകാനായിട്ട് നമുക്ക് ഉള്ള ഒരു ചെറിയൊരു വഴി, അതെ, 22 കിലോമീറ്റർ വീതിയുണ്ട്. പക്ഷെ അവിടെ നമുക്ക് സഞ്ചാര സാധ്യതയുള്ളത് വളരെ ചെറുതാണ്. റോഡ് ഉം, മാർഗം മറ്റേ പോകാൻ പറ്റുള്ളൂ. അതെ, അപ്പോൾ 22 കിലോമീറ്ററിന്റെ ഒരു ഭാഗത്തെ ഏറ്റവും പരമാവധി വീതി എന്ന് പറയുന്നത്. ഉം, അപ്പൊ അതിന്റെ തന്ത്രപ്രധാന സംഗതി എന്തെന്നാൽ, ഇതിന്റെ ഒരു ഭാഗത്ത് നേപ്പാളാണ്, ഉം, മറുഭാഗത്തുള്ളത് ബംഗ്ലാദേശ്. ഇതിന്റെ വടക്കേ അറ്റത്ത് ഭൂട്ടാൻ എന്ന് പറയുന്ന രാജ്യമുണ്ട്. മുമ്പ് സിക്കിം ഒരു സ്വതന്ത്ര രാജ്യമായിരുന്നപ്പോൾ വടക്കേ അറ്റത്ത് സിക്കിമും ഒരു രാജ്യമുണ്ടായിരുന്നു. അങ്ങനെ വിദേശ രാജ്യങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശം. ആ നിലയ്ക്ക് ഇന്ത്യക്ക് വളരെ തന്ത്രപ്രധാന ഒരു സംഗതിയാണ് ഈ ചിക്കൻ നെക്ക് എന്ന് പറയുന്നത്. ഉം, അത് നമ്മുടെ ഈ സ്റ്റേറ്റുകളിലോട്ടുള്ള സാധന സാമഗ്രികളുടെ ഗതാഗതം എന്നതിനും അപ്പുറം ഉം, രാജ്യസുരക്ഷയെ ബാധിക്കുന്ന ഒരു സംഗതി കൂടിയാണ് ഈ ചിക്കൻ നെക്ക്. സിലിഗുരി, അതായത് പശ്ചിമ ബംഗാളിലെ സിലിഗുരി എന്ന് പറയുന്ന സ്ഥലത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശം. അപ്പൊ ഇവിടെ ഇപ്പോ ഇന്ത്യ ഈ 22 കിലോമീറ്റർ എന്ന് പറയുന്ന അതിന്റെ വീതി 60 കിലോമീറ്റർ ആയിട്ട് ഇന്ത്യൻ സേനയുടെ ഇടപെടലിനെ തുടർന്ന് വർദ്ധിച്ചു എന്ന അനൌദ്യോഗിക വാർത്തകൾ, അടിവരയിട്ട് പറയുന്നത് അനൌദ്യോഗിക വാർത്തയാണ്. ഉം. ഇന്ത്യ ഔദ്യോഗികമായിട്ട് ഇക്കാര്യത്തിൽ ഇങ്ങനെ ഒരു അവകാശവാദം ഇതുവരെ ഉന്നയിച്ചിട്ടില്ല. അപ്പോൾ അവിടെ ഇന്ത്യ നേരത്തെ തന്നെ സൈനിക വിന്യാസമൊക്കെ നടത്തിയിരുന്നു. അപ്പൊ അവിടുന്ന് വന്ന ചില റിപ്പോർട്ടുകൾ, ചില ഇതുമായി ബന്ധപ്പെട്ട ആൾക്കാരെ ഉദ്ധരിച്ചുകൊണ്ട് നടത്തുന്ന റിപ്പോർട്ടുകൾ അവകാശപ്പെടുന്നത് ഇത് വളരെ രഹസ്യമായി ഇന്ത്യൻ സൈന്യം നടത്തിയ ഒരു ഓപ്പറേഷനാണ്. വളരെ മൗനമായിട്ട്, അതായത് ബംഗ്ലാദേശിന്റെ അധീനതയിൽ കിടന്ന കുറച്ച് പ്രദേശം, അത് ഒരു തർക്ക പ്രദേശമായിരുന്നു. ഈ രാജ്യങ്ങളുടെ അതിർത്തി കടന്ന് കുറച്ച് മേഖല ബഫർ സോൺ ആയിട്ട് ഇട്ടേക്കും. അവിടെ ജനവാസ കേന്ദ്രങ്ങൾ ഉണ്ടാവില്ല, സൈനിക വിന്യാസവും ഉണ്ടാകില്ല. അങ്ങനെ ബഫർ സോണായി കിടന്ന ചില പ്രദേശങ്ങൾ ഇപ്പോൾ ഇന്ത്യയുടെ നിയന്ത്രണത്തിലാണ് എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കിട്ടുന്ന വിവരം. അതായത് ഇപ്പോൾ 22 കിലോമീറ്റർ വീതി ഉണ്ടായിരുന്ന ആ പ്രദേശത്ത് ഇപ്പോ 60 കിലോമീറ്ററോളം വീതി ഉണ്ട് എന്നാണ് ചില വാർത്തകൾ പറയുന്നത്. ഇപ്പൊ ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രാലയമോ വിദേശകാര്യ മന്ത്രാലയമോ ഇതൊരു സ്ഥിരീകരണവും നൽകിയിട്ടില്ല. ഉം. പക്ഷെ ഇത് പുതിയ സംഭവമല്ല എന്നും പറയപ്പെടും. കാര്യം ഷെയ്ഖ് ഹസീന അവിടെ അധികാരത്തിലിരുന്ന സമയത്ത്, ബംഗ്ലാദേശിലെ അധികാരത്തിലിരുന്ന സമയത്താണ് ഈ ചിക്കൻ നെക്കിന്റെ വീതി കൂട്ടൽ പരിപാടി നടന്നത് എന്ന് പറയുന്നു. പക്ഷെ ആ സമയത്ത് ഷെയ്ഖ് ഹസീന ഇതിനോട് കാര്യമായ ഒരു പ്രതികരണം നടത്തിയിട്ടില്ല. കാരണം ഇന്ത്യയും ബംഗ്ലാദേശുമായിട്ട് ആ സമയത്ത് വലിയ രീതിയിലുള്ള ഒരു സഹകരണത്തിലായിരുന്നു. അതുകൊണ്ട് ഇത് ഒരു പരിധിവരെ ഷെയ്ഖ് ഹസീന ഭരണകൂടം ഈ അനുവദിച്ച് നൽകി. ഇത് കണ്ടില്ല എന്ന് നടിച്ചു എന്ന ചില വാർത്തകളും വരുന്നുണ്ട്. അതും സംബന്ധിച്ച് നമുക്കൊരു സ്ഥിരീകരണമില്ല. എന്താണ് അവിടുത്തെ യഥാർത്ഥ വസ്തുത എന്ന് നമുക്കൊരു സ്ഥിരീകരണം ഇപ്പോൾ പറയാൻ സാധിക്കില്ല. പക്ഷെ ഇന്ത്യയെ സംബന്ധിച്ച് ചിക്കൻ നെക്ക് എന്ന് പറയുന്നത് ഒരു അതീവ സുരക്ഷാ മേഖല എന്നതിനും അപ്പുറം അതീവ സുരക്ഷാ വിന്യാസമുള്ള ഒരു മേഖലയായിട്ടാണ് പൊതുവിൽ വിലയിരുത്തുന്നത്. കാരണം അവിടെ ഈ എപ്പോ വേണമെങ്കിലും ആരെങ്കിലും പിടിച്ചെടുക്കാൻ സാധ്യതയുള്ള സ്ഥലം എന്നൊരു പ്രതീതിയല്ല. വാസ്തവത്തിൽ ഇന്ത്യൻ സേനയുടെ ഏറ്റവും ശക്തമായ വിന്യാസമുള്ള ഒരു പ്രദേശമായിട്ടാണ് ഈ ചിക്കൻ നെക്കിനെ വിലയിരുത്തുന്നത്. അപ്പൊ ഈ ചിക്കൻ നെക്കിൽ ബംഗ്ലാദേശിന് വലിയ കണ്ണുണ്ട്. കാരണം അവിടെ ഇപ്പോൾ ഭരിക്കുന്ന മുഹമ്മദ് യൂനിസ് എന്ന് പറയുന്ന ഭരണാധികാരി, അദ്ദേഹം ഇന്ത്യൻ അനുകൂല നിലപാടുള്ള ആളല്ല. അദ്ദേഹം കഴിഞ്ഞ മാർച്ച് 26, 29 തീയതികളിൽ ചൈനയിൽ സന്ദർശനം നടത്തിയിരുന്നു. ആ സമയത്ത് അദ്ദേഹം നടത്തിയൊരു വിവാദ പ്രസ്താവനയുണ്ട്. ഈ ചിക്കൻ നെക്ക് അവിടെ ബംഗ്ലാദേശ് പിടിമുറുക്കി കഴിഞ്ഞാൽ ഈ ഇന്ത്യയുടെ 7 സംസ്ഥാനങ്ങളെല്ലാം ഒരു ലോക്കിനകത്ത്, ലാൻഡ് ലോക്ക്, അതിൽ പെട്ടുപോകുന്ന അവസ്ഥയിലാകും. അതെ, പിന്നെ ഇവർക്ക് പുറത്തേക്ക് കിടക്കുമ്പോൾ ആ സംസ്ഥാനങ്ങൾക്ക് സമുദ്രമാർഗം കയറ്റുമതി ഇറക്കുമതി ഒക്കെ നടത്തണമെങ്കിൽ ബംഗ്ലാദേശിന്റെ ഔദാര്യത്തിൽ മാത്രമേ നടക്കൂ. അത് കരുതി ഇരുന്നോണം. അപ്പോൾ ചിക്കൻ നെക്ക് ഞങ്ങൾ പിടിച്ചെടുക്കും എന്നുള്ള പരോക്ഷ സൂചനയാണ് അദ്ദേഹം നൽകിയത്. ഇത് കൂടാതെ ഈ ഇപ്പോഴത്തെ മുഹമ്മദ് യൂനിസിന്റെ സർക്കാരിനെ അനുകൂലിക്കുന്ന മന്ത്രിസഭയിലെ ഒരു പ്രമുഖൻ ഈ ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് നടത്തിയൊരു വിവാദ പ്രസ്താവനയുണ്ട്. അതായത് ഇന്ത്യയുടെ 7 വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുണ്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞ ഈ സിസ്റ്റർ സ്റ്റേറ്റ്സ്, അതെ. അതിൽ ചൈന അധിനിവേശം നടത്തുകയാണെങ്കിൽ ബംഗ്ലാദേശ് അതിനെ പിന്തുണയ്ക്കും എന്ന് പറഞ്ഞിരുന്നു. ഉം, ഇപ്പൊ ബംഗ്ലാദേശിൽ ഇപ്പോൾ ഉണ്ടായേക്കുന്ന പുതിയ ഭരണ സംവിധാനം എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് അത്ര ശുഭ സൂചനയല്ല നൽകുന്നത്. കാര്യം അവരൊരു തലവേദനയാണ്. ഉം, ആ ഒരു സാഹചര്യത്തിലാണ് ഈ ചിക്കൻ നെക്കിനെ
സവിശേഷമായി തന്നെ ഇപ്പോൾ വിലയിരുത്തുന്നത്, അതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുന്നത്. നമ്മുടെ അവിടെ ഹഷിമാറ എന്ന് പറയുന്ന ഒരു സൈനിക താവളമുണ്ട്. അവിടെ ഇതിനോടകം തന്നെ നമ്മുടെ ത്രിശക്തി കോപ്സ് എന്ന രീതിയിൽ സൈനിക വിന്യാസം നേരത്തെ തന്നെ നടത്തിയിട്ടുണ്ട്. അവിടെ നമ്മൾ ബ്രഹ്മോസ് മിസൈലുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്, നമ്മുടെ റഫേൽ യുദ്ധവിമാനങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട്, ഇന്ത്യയിലെ ഏറ്റവും ഉന്നത ശ്രേണിയിലുള്ള വ്യോമ പ്രതിരോധ സംവിധാനമായ S-400 അവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. കൂടാതെ ആകാശ് എന്ന് പറയുന്ന മിസൈൽ പ്രതിരോധ സംവിധാനം അവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. അപ്പൊ നേരത്തെ തന്നെ അവിടെ ഇന്ത്യ സൈനികം ഒരുങ്ങിയിട്ട് തന്നെയാണ്. ഇതുകൂടാതെ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന റിപ്പോർട്ടുകൾ ഇന്ത്യ അവിടെയുള്ള മൊത്തം സൈനിക വിന്യാസത്തെ ശക്തിപ്പെടുത്തുന്നു എന്നുള്ളതാണ് വിവരം. ഏതാണ്ട് 20,000 വരുന്ന സൈനികരെയാണ് ഈ ചിക്കൻ നെക്ക് എന്ന് പറയുന്ന ആ പ്രദേശത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് വിന്യസിക്കുന്നത് എന്നുള്ള കാര്യം വരുന്നു. അവിടെ അത് ഒരു വളരെ ദുർഘടമായ ഒരു പ്രദേശമാണ്. ചെങ്കുത്തായ മലനിരകൾ, ജനവാസം തന്നെ വളരെ ദുർഘടമായ ഒരു പ്രദേശമാണ് അവിടെ. അവിടെ 20,000 സൈനികരെ വിന്യസിക്കുക എന്നൊക്കെ പറയുന്ന ഇന്ത്യക്ക് മാത്രമേ അത് സാധിക്കൂ. ബംഗ്ലാദേശിനൊക്കെ നോക്കിയിരിക്കാൻ മാത്രമേ പറ്റുള്ളൂ. നേപ്പാൾ ഇന്ത്യയെ സംബന്ധിച്ച് വലിയ ഭീഷണിയുമല്ല. അപ്പോൾ ബംഗ്ലാദേശ് എന്തുകൊണ്ട് ചെറുതായിട്ടെങ്കിലും അവിടെ ഒരു ഇടപെടൽ നടത്തിയാൽ ഈ ചിക്കൻ നെക്ക് ക്ലോസ് ചെയ്യപ്പെടുകയാണെങ്കിൽ, അവിടെ ഒരു സംഘർഷം ഉണ്ടാകുകയാണെങ്കിൽ ഇന്ത്യക്ക് 7 സംസ്ഥാനങ്ങളുമായിട്ടുള്ള ബന്ധം അത് വിച്ഛേദിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകും. ഒരു പക്ഷേ തൊട്ടപ്പുറത്ത് കിടക്കുന്ന ചൈന ഈ 7 സംസ്ഥാനങ്ങളിൽ ഏതെങ്കിലും തരത്തിലൊരു കയ്യേറ്റത്തിന് മുതിർന്നാൽ ഇന്ത്യക്ക് അത് വലിയ പ്രശ്നം തന്നെയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇന്ത്യ ഇവിടെ ചിക്കൻ നെക്കിന് വലിയ രീതിയിലുള്ള പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവിടെ സൈനിക വിന്യാസമൊക്കെ നടത്തുന്നത്. ഇപ്പൊ അവിടെ ഇന്ത്യ 3 പട്ടാള ക്യാമ്പുകൾ പുതുതായിട്ട് ആരംഭിക്കാൻ തീരുമാനിച്ചു. അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ, അതൊന്ന് കിഷൻഗഞ്ച് എന്ന് പറയുന്ന ഒരു സ്ഥലം, മറ്റൊന്ന് ചോപ്ര എന്ന് പറയുന്ന ഒരു സ്ഥലം, പിന്നെ ഉള്ളത് ലജിത് ബോർഫുഖാൻ എന്ന് പറയുന്ന മറ്റൊരു സൈനിക താവളം. അതിൽ ഈ ലജിത് ബോർഫുഖാൻ എന്ന് പറയുന്ന സൈനിക താവളം യുദ്ധകാലടിസ്ഥാനത്തിൽ തയ്യാറാക്കിയതാണ്. വളരെ പെട്ടെന്നാണ് അവിടെ നമ്മുടെ ഈ ഓപ്പറേഷൻ സിന്ദൂറിന്റെ പശ്ചാത്തലത്തിൽ വളരെ പെട്ടെന്ന് തന്നെ, ഇപ്പൊ സൈന്യത്തിന് വിചാരിച്ചാൽ നിർമ്മിതികൾ വളരെ സമയബന്ധിതമായി പൂർത്തീകരിക്കാനുള്ള സംവിധാനമുള്ളതാണ് സൈന്യം. അങ്ങനെ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയ ഒരു സൈനിക ക്യാമ്പാണ് ഈ ലജിത് ബോർഫുഖാൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ വെറുതെ സൈനിക സന്നാഹത്തെ സജ്ജീകരിക്കാൻ മാത്രമല്ല, ഇന്ത്യയിലെ തലമുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർ ഈ മേഖലകളിൽ നിരന്തരം സന്ദർശനം നടത്തുന്നു. നമ്മുടെ കയ്യിലുള്ള സൈനിക സംവിധാനങ്ങൾ, ആയുധ ശേഖരം, അതിനെക്കുറിച്ചൊക്കെ വിലയിരുത്തൽ നടത്തുന്നു. അപ്പൊ ബംഗ്ലാദേശ് ഒട്ടും മോശമാക്കുന്നില്ല. ബംഗ്ലാദേശ് അവിടെ ലാൽ മൊണിഹർ എന്ന് പറയുന്ന ഒരു എയർബേസ് സജ്ജീകരിക്കുന്നുണ്ട്, അവിടെ ശക്തി കൂട്ടുന്നൊക്കെയാണ്. അപ്പൊ ഇതും ഇന്ത്യയുടെ പരിഗണനയിലുണ്ട്. എന്തായാലും ചിക്കൻ നെക്ക് എന്ന് പറയുന്നത് തൽക്കാലം ഇന്ത്യക്ക് ഒരു തലവേദന പിടിച്ച കേസല്ല എന്ന് തൽക്കാലം മനസ്സിലാക്കിയിരിക്കുക. അവിടെ ഇന്ത്യ ശക്തമായി തന്നെ ഇടപെടുന്നു, ഇന്ത്യയുടെ സൈനിക ബലം വർദ്ധിക്കുന്നു. ബംഗ്ലാദേശ് ഏതെങ്കിലും തരത്തിലൊരു ഭീഷണി ഉയർത്തിയാൽ പോലും അതിനെ നിസ്സാരമായി നേരിടാൻ ഇന്ത്യൻ സൈന്യത്തിന് കഴിയും എന്നുള്ളത് ഉറപ്പാണ്.